ആധ്യാത്മികതയുടെയും ആത്മീയതയുടെയും യോഗ സാധനകളുടെയും ഉച്ചസ്ഥായിയായി ഒരു രത്നം പോലെ വിളങ്ങുന്ന വാരാണസി അഥവാ കാശിയുടെ മാഹാത്മ്യത്തെപ്പറ്റി ശിവപുരാണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പരമാത്മാവായിരുന്ന ശിവൻ തന്നെ പുരുഷൻ, സ്ത്രീ എന്നീ 2 രൂപങ്ങളിൽ പ്രകടമായി. അതിൽ പുരുഷന് ശിവനെന്നും സ്ത്രീക്ക് ശക്തിയെന്നും പേരുണ്ടായി. ആ ശിവനും ശക്തിയും സ്വയം അദൃശ്യമായി വർത്തിച്ചുകൊണ്ട് പുരുഷൻ, പ്രകൃതി എന്നീ 2 ചേതനകളെ സൃഷ്ടിച്ചും മാതാപിതാക്കന്മാരെ കാണാതെ അവർ സംശയത്തിലായപ്പോൾ തപസ് ചെയ്തുകൊള്ളുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഒരു അശരീരി കേൾക്കപ്പെട്ടു. അവർ പ്രഭുവായ ശിവനോട് എവിടെയിരുന്നാണ് തപസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചതിനുത്തരമായി ശിവൻ സാരഭൂതമായ 5 കോശം നീളവും വീതിയുമുള്ള ശുഭയും സുന്ദരവുമായ ഒരു നഗരം നിർമ്മിച്ച് അവർക്ക് അയച്ചു കൊടുത്തു. ആ നഗരം പുരുഷന്റെ സമീപം വന്നു നിന്നു. അപ്പോൾ ശ്രീഹരിയുടെ ഭാവമായ പുരുഷൻ സൃഷ്ടി ചെയ്യുവാനുള്ള ആഗ്രഹത്തോടെ ശിവനെ ഉപദേശിച്ച് തപസ്സാരംഭിച്ചു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നുത്ഭവിച്ച വിയർപ്പുജലം കൊണ്ട് ശൂന്യാകാശം നിറഞ്ഞു. ഈ അത്ഭുതം കണ്ട അദ്ദേഹം സ്വന്തം ശിരസിളക്കി. അപ്പോൾ ഒരു ചെവിയിൽ നിന്ന് ഒരു രത്നം അഥവാ മണി വീണു. ആ രത്നം വീണ സ്ഥലമത്രേ മണികർണിക എന്ന തീർത്ഥം. ആ ജലരാശിയിൽ പഞ്ചക്രോശി നഗരം മുഴുവനും മുങ്ങാനും ഒഴുകാനും തുടങ്ങിയപ്പോൾ ശിവൻ അതിനെ ത്രിശൂലം കൊണ്ട് ധരിച്ചു. പുരുഷൻ അഥവാ വിഷ്ണു പ്രകൃതിയോടൊരുമിച്ച് അവിടെ തന്നെ ഉറങ്ങി. അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്ന് ഒരു താമരപ്പൂവും അതിൽ ബ്രഹ്മാവും പ്രത്യക്ഷപ്പെട്ടു. ശിവന്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവ് 14 ലോകങ്ങൾ സൃഷ്ടിച്ചു. ബ്രഹ്മാണ്ടത്തിന്റെ വിസ്താരം 50 കോടി യോജനയാണത്രേ. കർമ്മപാശത്തിൽപ്പെട്ട് വലയുന്നവർ എങ്ങനെ മുക്തരാകുമെന്നോർത്ത് ശിവൻ മുക്തിദായിനി പഞ്ചക്രോശിയെ ഈ ലോകത്തിൽ വിട്ടു. ഈ പഞ്ചക്രോശി അഥവാ കാശി മംഗളദായിനിയും ജ്ഞാനമോക്ഷങ്ങളെ പ്രദാനം ചെയ്യുന്നവളുമാണ്. അവിടെ പരമാത്മാവായ ശിവൻ തന്നെ അവിമുക്തലിംഗം സ്ഥാപിച്ചിരിക്കുന്നു. അനന്തരം ഭഗവാൻ ശിവൻ ത്രിശൂലത്തിൽ നിന്ന് കാശി നഗരത്തെ ഇറക്കി മനുഷ്യലോകത്തിൽ സ്ഥാപിച്ചു. കൽപ്പാന്തകാലത്തും ഈ കാശി നഗരം നശിക്കുകയില്ല. കർമ്മങ്ങളുടെ കർഷണം ചെയ്യുന്നതിനാൽ ഈ നഗരം കാശിയായി. കാശിയിൽ അവിമുക്തേശ്വരലിംഗം വിരാജിക്കുന്നു. പഞ്ചക്രോശി കോടിക്കണക്കിനുള്ള ഹത്യാപാപങ്ങളെ നശിപ്പിക്കുന്നു. ഉള്ളിൽ സത്വഗുണവും വെളിയിൽ തമോ ഗുണവും ഉള്ളതായി പറയപ്പെടുന്നു. കൈലാസനാഥൻ കാലാഗ്നിരുദ്രൻ എന്ന പേരിൽ പ്രസിദ്ധനാണ്. കാശിയിൽ എന്നും വിരാജിക്കണമെന്നുള്ള അപേക്ഷയനുസരിച്ച് ഭഗവാൻ അപ്രകാരം അവിടെ സ്ഥിരപ്രതിഷ്ഠിതനായി സ്ഥിതി ചെയ്യുന്നു. വാരാണസി നഗരം എക്കാലത്തും ഭഗവാന് പ്രിയപ്പെട്ട രഹസ്യക്ഷേത്രമാണ്. ജിതേന്ദ്രിയന്മാരായ യോഗികൾ അവിടെ വച്ച് പാശുപത യോഗം അഭ്യസിക്കുന്നു. സകല ജാതിക്കാരും സകല ആശ്രമക്കാരും ബാലവൃദ്ധരെന്നുള്ളതോ സ്ത്രീകൾ, കന്യകമാർ, വിവാഹിതകൾ, വന്ധ്യകൾ, വിധവകൾ എന്നുള്ളതോ ആയ വ്യത്യാസങ്ങളില്ലാതെ വാരാണസിയിൽ വെച്ച് മരിച്ചാൽ അവർക്ക് മോക്ഷം കൈവരുന്നു. അവർക്ക് ഭക്തി, ജ്ഞാനം, കർമ്മം എന്നിവയൊന്നും ആവശ്യമില്ല. സമസ്ത ക്ഷേത്രങ്ങളുടെയും തീർത്ഥങ്ങളുടെയും സാരം അവിമുക്തമെന്ന വാരാണസിയിലുണ്ട്. അവിടെ ശിവഭക്തന്മാർ അനേകം ശിവലിംഗങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. പാപം ചെയ്യാത്തവർ അവിടെ വെച്ച് മരിച്ചാൽ ഉടൻ മോക്ഷം ലഭിക്കുന്നു. പാപികൾ മരിച്ചാൽ 1000 വർഷക്കാലം ഭൈരവ നരകയാതന അനുഭവിച്ച് മോക്ഷം പ്രാപിക്കും. മുൻജന്മത്തിൽ കാശിയിൽ ദർശനം നടത്തിയിട്ടുള്ള ആർക്കും ഈ ജന്മത്തിൽ കാശിയിലെത്തി മരിക്കുവാനുള്ള യോഗം ലഭിക്കും. കാശിയിൽ മുക്തി ലഭിക്കുന്നവന്റെ പ്രാരാബ്ധ കർമ്മവും നശിക്കുന്നതാണ്. ഈ മാഹാത്മ്യം പ്രകീർത്തിക്കുന്നതു തന്നെ മോക്ഷപ്രദമാണ്.